അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പുണ്യമായ റമളാനിൻ്റെ 8ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളെ 8ാമത്തെ പകൽ, 8ാമത്തെ നോമ്പ്. ഈ ഒരു സമയത്ത് നമ്മൾ ചൊല്ലേണ്ട പുണ്യമുള്ള ഒരു കൂട്ടം ദിക്റുകൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് പറയാം. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ അവർ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചിരുന്ന ഒരു 4 വരി ബൈത്താണ്. ഈ ബൈത്തിൽ നമ്മൾ ഈ റമളാൻ മാസത്തിൽ അള്ളാഹിനോട് പാപം പൊറുക്കാൻ ചോദിക്കുന്നു, സ്വർഗത്തെ ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, അല്ലെ, ദുആ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 4 വരി പദ്യമാണ്. നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടുകൂടി അതൊന്ന് പറയാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. പരിശുദ്ധമായ റമളാനിൽ എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും മുസീബാത്തുകളെ തൊട്ടെല്ലാം അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും നമുക്ക് വേണം. അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ. കഠിനമായ ചൂടാണല്ലോ, ആ ചൂടിൽ നിന്നുള്ള വലിയ രക്ഷ. ഈ ചൂടെന്ന് പറഞ്ഞാൽ ദുന്യാവിലെ ചൂട് വളരെ നിസ്സാരമാണ്, ആഖിറത്തിലെ ചൂടാണ് ഏറ്റവും വലുത്. അപ്പോൾ അള്ളാഹുലേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ തവക്കുലാക്കി വേണം ജീവിക്കാൻ. അതിന് പറ്റിയ ഒരു ദിക്റാണ് ഇൻഷാ അള്ളാഹ് റമളാനിലെ രാത്രിയിലും പകലിലൊക്കെ പറയാൻ പറ്റിയൊരു ദിക്റാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്.
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇനി പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ്. എന്താണ് ആ ദിക്ർ? 99 രോഗം ഉണ്ടോ നിങ്ങൾക്കത് ശിഫയാവും. മരണമല്ലാത്ത എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ ആപത്തിൽ നിന്നും അള്ളാഹു രക്ഷ കൊടുക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഇതെല്ലാ സമയത്തും നിങ്ങൾക്ക് പറയാൻ പറ്റിയതാണ്. ഏതാണ് ആ ദിക്ർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. റമളാനിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും എല്ലാ വർഷത്തിലും എല്ലാ സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടതും മരിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ട് മരിക്കാൻ പറ്റിയ സ്വർഗം കിട്ടുന്നതുമായ ഒരു ദിക്റാണ് അഫ്ളലു ദിക്ർ. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ആരാധനക്കർഹൻ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല എന്നർത്ഥം വരുന്ന ദിക്റാണ്. അത് നമുക്ക് പറയാതെ പോയാൽ വലിയ നഷ്ടമാണ്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ. ഇനി നമ്മൾ പറയുന്നത് പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട 10 ദിവസങ്ങളാണ്. ഈ 10 ദിവസങ്ങളിൽ അള്ളാഹുവേ നിൻ്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ തരണയല്ല എന്നർത്ഥം വരുന്ന ഒരു ദുആയാണ്, ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു സമയത്ത്, ഈ ഒരു ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതലായി അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ദുആയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റഹീമീൻ 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 അല്ലാഹുമ്മർഹംനീ യാ അർഹമർ റഹീമീൻ. ഇനി പരിശുദ്ധമായ റമളാൻ അള്ളാഹിൻ്റെ അടുക്കൽ ചെന്നിട്ട് എന്തു പറയണം? നമ്മെപ്പറ്റി നല്ലത് പറയണം.
അള്ളാഹുവേ, ഇന്നാലിന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ ചെന്നിട്ട് അയാൾ എന്നെ സ്വീകരിച്ചു, അയാൾ എന്നെ തൃപ്തിപ്പെടുത്തിയെന്ന് റമളാൻ നമ്മളെ പറ്റി പറയണം. അതിന് റമളാനിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ദുആയും ചെയ്യണം. ഏതാണ് ദുആ? റമളാൻ നമുക്ക് അനുകൂലമാവാനുള്ള ഒരു ദുആയാണ് നമ്മൾ ഒന്നിച്ച് പറയുകയാണ്. ഈ ദുആ നിങ്ങളുടെ സാധാരണ ദുആകളിലും അതല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈന. ഇതാണ് ആ ദുആ. കേൾക്കുമ്പോൾ അല്പം വലുതായിട്ട് തോന്നുമെങ്കിലും പറയുമ്പോൾ വളരെ എളുപ്പമാണ്. അല്ലാഹുവേ പടച്ചവനെ, ഈ റമളാൻ നിൻ്റെ അടുക്കൽ വരുമ്പോൾ ഞങ്ങൾക്ക് തെളിവാക്കണം. റമളാൻ ഞങ്ങൾക്കൊരു തെളിവാക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അനുകൂലമാക്കണം. ഞങ്ങൾക്കെതിരെ പറയുന്ന ഒരു റമളാനാക്കി ഞങ്ങളുടെ ഈ റമളാനിനെ നീ മാറ്റരുത് എന്നാണ് ഏകദേശം ഇതിൻ്റെ അർത്ഥം. നമുക്ക് ഒന്നിച്ച് പറഞ്ഞാലോ? اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് ഇസ്മുകളുണ്ട്. അള്ളാഹുവിന് എല്ലാ ഇസ്മുകളും ഇഷ്ടമാണ്. പല ആളുകൾക്കും പല ഇഷ്ടപ്പേരുകളുണ്ടാവും. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് പേരുണ്ട്. ഇൻഷാ അല്ലാഹ് ആ രണ്ട് ഇസ്മുകൾ നമുക്ക് ഒന്നിച്ച് പറഞ്ഞാലോ? ഈ റമളാനിൽ നമ്മൾ പറഞ്ഞിട്ട് വേണം ദുആ ഇറക്കാൻ. ഏതാണ് ആ ഇസ്മുകൾ? യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് 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 യാ റഹ്മാനു യാ അല്ലാഹ് يا رحيم يا الله يا رحمن يا الله 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 يا رحيم يا الله
യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് 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 യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 70 സുബ്ഹാനല്ലാഹ് പറഞ്ഞ പ്രതിഫലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന ആ ഒരു ദിക്ർ ഉണ്ടല്ലോ, അത് നമ്മൾ സെപ്പറേറ്റ് ആയി നിസ്കാരത്തിന് ശേഷം പറയാറുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് പറയാം. ഒന്നിച്ച് പറഞ്ഞാൽ കോടാനുകോടി പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ റമദാനിൽ ഒരു ദിക്ർ പറഞ്ഞാൽ ഇത്ര പ്രതിഫലം മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും കരുതണ്ട. ഒരു ദിക്ർ പറഞ്ഞാൽ നമ്മൾ ആ പറയുന്നതിനനുസരിച്ച്, പറയുന്ന ആളുടെ ഈമാൻ അനുസരിച്ച് അള്ളാഹു പ്രതിഫലം കൂട്ടിത്തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിശ്വാസത്തോടെ, നല്ല ഒരു ഈമാനിക ചൈതന്യത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കോടിക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന ആ ഒരു ദിക്ർ പറയാം. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വിശുദ്ധമായ റമളാനിന്റെ എല്ലാ സമയത്തും, പ്രത്യേകിച്ച് നോമ്പ് തുറക്ക് മുമ്പുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ നമ്മളോട് ഇഷ്ടമുണ്ടാവുകയും നമ്മുടെ ദുആയൊക്കെ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. അങ്ങനെയുള്ള ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും മനസ്സിലെത്തി പറയുക. അള്ളാഹു തആല ഈ പരിശുദ്ധമായ റമളാനിൻ്റെ പകലിലും രാത്രിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം
وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. ഈ ദിക്റിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എൻ്റെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണം. അസ്അലുക്കൽ ജന്ന, നീ എന്നെ സ്വർഗത്തിൽ കടത്തണം. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്നും നീ എന്നെ മോചിപ്പിക്കണം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഈ അർത്ഥമുള്ള ഈ ഒരു ദിക്ർ എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല, എത്ര പറഞ്ഞാലും അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله
അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ദിക്റുകൾ പറയണം, തസ്ബീഹുകൾ പറയണം. അതോടൊപ്പം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും മറന്നു പോകരുത്. സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലാം. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1,00,000 അല്ല, 2 അല്ല, 3 അല്ല, ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ, കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തു ദവാമിയ എന്നും അതുപോലെ തന്നെ സ്വലാത്തു തഖ്റാർ എന്നും പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. വിശുദ്ധമായ റമദാനിൽ നമ്മൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിനൊക്കെ ഇരട്ടിയാണ് കേട്ടോ കൂലി. ഇരട്ടി എന്ന് പറഞ്ഞാൽ 70 നമ്മൾ പറയുന്നു, 70 ഇരട്ടി എന്നൊക്കെ പറയുന്നു. പക്ഷേ അള്ളാഹു ആണല്ലോ 70 അവനിക്ക് വളരെ നിസ്സാരമാണ്, ഒരുപാട് കൂലി തരും. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലും കൂലിയാൻ. അപ്പോൾ ഈ ഒരു പരിശുദ്ധമായ ഈ ഒരു സമയത്ത് സ്വലാത്ത് നമുക്ക് ചൊല്ലിയിട്ട് നമ്മുടെ ഈ സദസ്സ് ഇൻഷാ അള്ളാഹ് അവസാനിപ്പിക്കാം. അപ്പോൾ സ്വലാത്ത് ഏതാണ് അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി. നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. അള്ളാഹു താൻ നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, ദുആഇനെ കബൂലാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സദസ്സിൽ വെച്ച് ദ്വാ ചെയ്യാൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ നമ്മളോട് ഫോണിൽ വിളിച്ച് പറഞ്ഞ ആളുകളുണ്ട്, അതുപോലെ നേരിട്ട് കണ്ട് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിലൂടെ ഒരുപാട് പേരാണ് ഉസ്താദെ ഇന്നത്തെ മജ്‌ലിസിൽ ദ്വാരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാരണത്താൽ എല്ലാവർക്കും കൂടി മൊത്തത്തിൽ നമ്മൾ ദ്വായിൽ ഉൾപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദ്വായിൻ്റെ സദസ്സിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأزواجنا وأولادنا من الديون والمظالم والنار. أرحم الراحمين يا الله, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ സുന്ദരമായ പവിത്രമായ പരിപാവനമായ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ, പ്രതികൂലമാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഈ റമളാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാനും ഈ റമളാൻ നാളെ നിന്റെ അടുക്കൽ വന്നിട്ട് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ.
അല്ലാഹുവേ, ഈ റമദാനിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു, ഒരുപാട് ദിക്ർ പറയുന്നു, സ്വലാത്ത് പറയുന്നു, തസ്ബീഹ് പറയുന്നു, നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, അതുപോലെ നോമ്പ് പിടിക്കുന്നു, ഒരുപാട് ഖുർആൻ ഓതുന്നു, സ്വതക്ക നടത്തുന്നു, ഇഫ്താർ പരിപാടികൾ നടത്തുന്നു. അല്ലാഹുവേ, എല്ലാ സൽക്കർമ്മവും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ റമദാൻ എന്നാണോ തുടങ്ങിയത് അന്നു മുതൽ ഓരോ ദിവസവും റബ്ബേ ഒരുപാട് പേര് ഞങ്ങളോട് ദുആ വസിയത്ത് നടത്തുകയാണ്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രയാസങ്ങൾ രോഗങ്ങൾ നീ മാറ്റി എല്ലാവിധത്തുള്ള സിഹത്തും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് രോഗികളായി ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. മാരകമായ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണല്ലോ. മരുന്നില്ലാത്ത പേരില്ലാത്ത രോഗങ്ങൾ പിടിക്കുന്ന കാലമാണ്. അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, സഹോദരിമാര്, സഹോദരങ്ങൾ എല്ലാവരെയും എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ആർക്കെങ്കിലും ക്യാൻസർ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ബ്രെയിൻ ട്യൂമർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കരളിന് പ്രശ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ അല്ലാഹുവേ, എന്തൊക്കെ രോഗങ്ങളുണ്ടോ എല്ലാ രോഗങ്ങളെ തൊട്ടും ആരെല്ലാം ദുആ അരക്കാൻ പറഞ്ഞു അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുപാട് ബന്ധുമിത്രാദികൾ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ നടക്കുകയാണ്. പലതും കഴിഞ്ഞുപോയി, പലതും വരാനിരിക്കുന്നു. എല്ലാ പരീക്ഷകൾക്കും ഞങ്ങളുടെ മക്കൾക്ക് നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. എഴുതുന്ന പരീക്ഷകൾ അല്ലാഹുവേ റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തിയ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പല ആവശ്യങ്ങൾ പറഞ്ഞവരാണ്. അല്ലാഹുവേ പടച്ചവനെ, അവർക്ക് നീ ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നവരാണ്. അല്ലാഹുവേ, അവരുടെ വീട് പണി നീ വേഗത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഈ വിനീതനുൾപ്പെടെ ഒരുപാട് പേരുടെ വീട് പണി നടക്കുകയാണ്. എല്ലാം നീ റാഹത്തിലും ഇസ്സത്തിലും ആക്കണേ അല്ലാ. കടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് സഹോദരിമാര് ഗർഭിണികളാണ്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. വിശുദ്ധമായ റമദാനിന്റെ ഹക്ക് കൊണ്ട്, അല്ലാഹു റമദാനിന്റെ പോരിശ കൊണ്ട് ഞങ്ങളോട് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് പ്രവാസികളായ ആളുകൾ ഞങ്ങളോട് ദുആ അരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ജോലികളിൽ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, സ്ഥിരത കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ശമ്പളം പെൻഡിങ് ആണെന്ന് പറഞ്ഞവരുണ്ട്. ആ ശമ്പളമൊക്കെ നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവർ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ റബ്ബേ, പരിശുദ്ധമായ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം നീ സഫലീകരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ അടിമകളായി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഈ പരിശുദ്ധമായ റമദാൻ മുഴുവൻ ദിവസങ്ങളിലും നോമ്പ് പിടിക്കുവാനും അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാര് ഖത്തുമുകൾ ഓതി തുടങ്ങിയിരിക്കുകയാണ്. പല ആളുകളും ഖത്തുമുകൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ പടച്ചവനെ, ഞങ്ങൾ ഓതുന്ന ഖുർആനിന്റെ ഓരോ ലഫ്നിന് പകരമായും ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നൽകണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. പ്രശ്നങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനെ. ഓരോ ദിവസവും ഓരോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമന്റുകളാണ് ഓരോ ഉമ്മമാരും എഴുതുന്നത്, ഉപ്പമാരും എഴുതുന്നത്. ഒരുപാട് ദുആ വസിയത്തുകൾ റബ്ബേ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ ഓരോ ദിവസവും എഴുതുന്നുണ്ടോ ഇന്നും ഒരുപാട് പേര് ദുആ അരക്കാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്ക് റബ്ബേ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷ എഴുതുന്നു, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. മറ്റുള്ളവരെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി സഹായിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല രൂപത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഗസയിലെ, ഫലസ്തീനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ സഹോദരന്മാര് പട്ടിണിയിലാണ്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ.
മുസ്ലിം സമുദായത്തെ നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നന്നാവാനുള്ള അവസരം ഈ റമദാനിൽ തരണേ അല്ലാ. അല്ലാഹുവേ, കഠിനമായ വെയിലാണ്, ചൂടാണ്. അല്ലാഹുവേ, എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ ചൂട് ഇത്രമാത്രം കട്ടിയുള്ളതാണെങ്കിൽ നരകത്തിന്റെ ചൂട് എത്രമാത്രം അല്ലാഹുവേ പവറുള്ളതാണ്. ഞങ്ങളെല്ലാവരെയും നരകത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. സ്വർഗത്തിൽ കടത്തണേ അല്ലാ, സ്വർഗത്തിൽ കടത്തണേ അല്ലാ. നിന്നെ കാണാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, തറാവീഹ് നിസ്കരിക്കുന്നവരാണ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. മറ്റ് നമസ്കാരങ്ങൾ, സുന്നത്തായ ഫർളായ നിസ്കാരം നിർവഹിക്കുന്നു, എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബേ, നിന്നോട് ഞങ്ങൾ ഒരുപാട് ദുആ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാത്തിനും നീ ഉത്തരം തരണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവേ, ആദ്യത്തെ പത്തിൽ ഞങ്ങൾ നിന്നോട് റഹ്മത്തിനെ ചോദിക്കുന്നുണ്ട്, അതുപോലെ മഗ്ഫിറത്തിന് രണ്ടാമത്തെ പത്തിൽ, മൂന്നാമത്തെ പത്തിൽ നരകമോചനവും സ്വർഗപ്രവേശനവും അഫൂവും ചോദിക്കുന്നുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് തരണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ റഹ്മാനെ. അല്ലാഹു, നിന്റെ റഹ്മത്ത് കിട്ടുന്ന, കാരുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല, അവസാനത്തെ പത്തിലാണെന്ന് അഭിപ്രായങ്ങളാണല്ലോ ഉള്ളത്. റഹ്മാനെ, എന്നാണോ ലൈലത്തുൽ ഖദ്ർ ഉള്ളത് അത് റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ ലൈലത്തുൽ ഖദ്ർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ ദോഷികളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് പേരുണ്ട്, ഞങ്ങളുടെ വാപ്പമാര്, ഉമ്മമാര്, ഉസ്താദുമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഭർത്താക്കന്മാര്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിന്റെയും മിസ്ല സവാബ് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്കും നീ കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, നമ്മുടെ ദുആയിനെ, നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.